നമസ്കാരം. കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി, അതായത് 100-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് നല്ല ഗ്ലാമറസ് ആയിട്ട് അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ് UDF. മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിൽ വളരെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലൊക്കെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അധികാരത്തിൽ വന്നൊരു സർക്കാരാണ് VD സതീശൻ സർക്കാർ. മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ നല്ല കഴിവുള്ള മന്ത്രിമാരെയൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭാ രൂപീകരണവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നത്. ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ജനത്തെ മൊത്തത്തിൽ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് ഈ UDF സർക്കാർ. എന്നാൽ പ്രഖ്യാപിത പവർ കട്ടാണെങ്കിൽ ആളുകൾക്ക് അതിന് തയ്യാറായിട്ട് നിൽക്കാം. ഇത് പ്രഖ്യാപിതമല്ല. ഏതൊക്കെ സമയത്ത് കറണ്ട് കട്ടുണ്ടാവുമെന്നും ഒരാൾക്കും KSEBിക്കും പറയാൻ പറ്റുന്നില്ല. ഈ KSEBിയുടെ മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫിനും പറയാൻ പറ്റുന്നില്ല. ഈ സർക്കാരിനും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കോട്ടെ, ജനങ്ങൾ ഇരുട്ടിലായിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല സർക്കാരിന്. അതായത് ഉത്തരവാദിത്തമില്ലായ്മ എന്ന് പറയും. അവരവരുടെ കടമ നിറവേറ്റാനുള്ള കഴിവ് ഇല്ലായ്മ എന്നും വേറെ രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. കേരളത്തിൽ ധാരാളം കിടപ്പ് രോഗികളും പലവിധ അസുഖങ്ങളുമായിട്ട് കിടക്കുന്ന ആളുകൾ പല വീടുകളിലുണ്ട്. അവർക്കൊന്നും ഈ പറഞ്ഞ ഇൻവെർട്ടറോ അല്ലെങ്കിൽ സോളാറോ മറ്റ് കറണ്ട് പോയാൽ ഉപയോഗിക്കുന്ന മറ്റ് സംവിധാനങ്ങളിലേക്ക് മാറാൻ അവർക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരാണ് കൂടുതൽ ആളുകളും. അവരെ പോലുള്ളവർ എന്ത് ചെയ്യും? പക്ഷെ നിങ്ങൾ KSEB പറയാണ് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇന്ന സമയത്ത് കറണ്ട് പോകും എന്ന് പറഞ്ഞാൽ ആ സമയത്തേക്ക് വേണ്ടുന്ന ആ സമയത്തിന് മുമ്പ് തന്നെ ആഹാരങ്ങളും മറ്റ് കാര്യങ്ങളും റെഡിയാക്കേണ്ടവർക്ക് ആക്കാം. മറ്റ് കറണ്ട് കൊണ്ട് അത്യാവശ്യമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാം. അല്ലെങ്കിൽ പവർ കട്ടിന് ശേഷം കാര്യങ്ങൾ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യാം. ഇതൊരു പ്ലാനിങ്ങും ഇല്ലാതെ തോന്നിയ സമയത്തുള്ള കറണ്ട് കട്ട് കാരണം ജനം വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇരുട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ജനം. ആരാണ് ഇതിന് ഉത്തരവാദി? സർക്കാർ തന്നെയാണ് ഉത്തരവാദി. പിണറായി ഭരണത്തെ ഞാൻ അനുകൂലിക്കുന്നില്ലെങ്കിലും പക്ഷെ പിണറായിയുടെ ഭരണകാലത്ത് പവർ കട്ടുണ്ടായിരുന്നില്ല. ഈ സർക്കാർ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ 5 വർഷം കൃഷ്ണൻകുട്ടിയായിരുന്നു വൈദ്യുതി മന്ത്രി. നല്ല രീതിയിൽ തന്നെ വൈദ്യുതി വകുപ്പിന് കറണ്ട് കട്ടില്ലാതെ കൊണ്ടുപോകാനായിട്ട് പറ്റി. നല്ല രീതിയിൽ തന്നെ വൈദ്യുതി വകുപ്പ് കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുകയുണ്ടായി. പക്ഷെ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്തില്ലെങ്കിൽ കറണ്ടില്ല, കറണ്ട് കട്ടാവും, നമ്മൾക്ക് വൈദ്യുതി ഉൽപ്പാദനം നിലച്ചു പോകും എന്നൊരവസ്ഥ എത്ര വർഷങ്ങളായിട്ട് വെള്ളത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കേരളത്തിന് തികയാത്തൊരവസ്ഥയാണ്. തികയാത്ത അവസ്ഥയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വൈദ്യുതി കടമെടുത്തുകൊണ്ടിരുന്നത്. അത് കടമെടുക്കാം, പക്ഷെ ഈ സർക്കാർ അതിനൊരു വ്യക്തമായ പ്ലാനിങ് തയ്യാറാക്കുകയോ മഴയെ ആശ്രയിച്ച് നമുക്ക് മഴ പെയ്താൽ കറണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് കറണ്ട് കൊടുക്കാം എന്നുള്ള മുൻകൂട്ടി ഉള്ള ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കറണ്ട് കെട്ടുണ്ടായിരിക്കുന്നത്. അങ്ങനെ മഴയെ മാത്രം ആശ്രയിക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ കൃത്യമായിട്ട് മഴ കിട്ടില്ല. അതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച് ആലോചിച്ച് വെക്കണ്ടേ സർക്കാർ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള കരാറുകളൊക്കെ റെഡിയാക്കണ്ടേ? അതൊന്നും ചെയ്തില്ല. അതായത് കെടുകാര്യസ്ഥത എന്നൊക്കെ പറയും. അപ്പോൾ UDF സർക്കാർ വന്നിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. മാസങ്ങളൊന്നും അധികമൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ തന്നെ അവരുടെ ഹണിമൂൺ പീരീഡ് കഴിയാത്തതിന് മുമ്പ് തന്നെ എപ്പോഴും പറയാറുണ്ടല്ലോ സർക്കാർ ഒരു 6 മാസം ഹണിമൂൺ പീരീഡാണെന്നൊക്കെ. ഇപ്പോൾ ഇത് 6 മാസം പോലും ആയില്ല. അപ്പോഴേക്ക് ജനത്തെ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് സർക്കാർ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നോ ഒന്നും നമ്മൾക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.